ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വന്നേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുഞ്ചപ്പാടത്തൊരു പാർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പുഞ്ച പാർക്ക് എന്നാണ് കേട്ടോ ഈ പാർക്കിൻ്റെ പേര്. ഈ പാർക്ക് നല്ല ഒരു പുഞ്ചപ്പാടത്തിന് സെൻട്രലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. നല്ല രസമാണ്. നമ്മൾ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. അപ്പോൾ വീക്കെൻഡിലും സൺഡേ ഒക്കെ നമുക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നമ്മൾ കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഫുഡൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് കഴിച്ച് നമുക്കിവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ളവർ ഈ വന്നേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഭാഗത്തു കൂടെ പുത്തമ്പള്ളി ഭാഗത്തേക്കൂടെ ഒക്കെ പോകുന്നവരാണെങ്കിൽ ഇവിടെ ഈ വന്നേരി പുഞ്ചപ്പാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പാർക്കിൽ കയറിയിട്ട് ഇവിടെ നിങ്ങൾ കുറച്ച് നേരം ചിലവഴിക്കുവാണെങ്കിൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കളിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യങ്ങളുണ്ട്. കുറേ നേരം ഇവിടെ ഇരുന്നു. പിന്നെ പാടത്തിൻ്റെ നടുവിലായതുകൊണ്ട് നല്ല എന്താ പറയുക, നല്ല തണുത്ത കാറ്റും. വൈകുന്നേര സമയത്ത് വരണം കേട്ടോ. നല്ല തണുത്ത കാറ്റ്, അതുപോലെ ചുറ്റും കാണുന്ന ആ ഒരു അടിപൊളി വൈബ് സൂപ്പറാണ്. പാടത്തിൻ്റെ അവിടെയുള്ള വൈബ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിരുന്നു. നമ്മളിവിടെ കുറേ നേരം ഉണ്ടായിരുന്നു. ഈവനിങ് സമയത്താണ് ഇവിടെ വന്നത്. ഇവിടെ എല്ലാം കണ്ടു. പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വിസിറ്റേഴ്സ് വളരെ കുറച്ച് സമയമായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും വന്ന സമയം ഇവിടെ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ തന്നെയാണ് വന്നത്, കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കൂടെ. ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാനുള്ളതൊന്നുമില്ല. എന്നാലും നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. വലിയവർക്കാണെങ്കിലും ഊഞ്ഞാലാടാനും ഉള്ള ഊഞ്ഞാലും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല സെറ്റപ്പ് പാർക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പാടത്ത് വന്നേരിയാണ് സ്ഥലം. അപ്പോൾ ഇതിൽ പോകുന്നവർ പുത്തമ്പള്ളി അതുപോലെ ഭാഗത്തു കൂടെ പോകുന്നവരില്ലേ, അവർ ഇവിടെ കയറുവാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്നു, കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലിലൊക്കെ ആടി ചായയൊക്കെ കുടിച്ച് കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പാർക്കാണ്, സൂപ്പറാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും മക്കൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ. സൂപ്പർ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഇവിടെ നമ്മുടെ ഗെറ്റ് ടുഗദറൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഗെറ്റ് ടുഗദർ, സ്കൂൾ ഗ്രൂപ്പിൻ്റെ അതുപോലെ കോളേജ് ഗ്രൂപ്പ്, ഫാമിലി ഗെറ്റ് ടുഗദർ എല്ലാം നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഫുഡ് കൊടുക്കാനും എല്ലാത്തിനുള്ള സ്റ്റേജ് സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതെല്ലാം ഞാൻ പറയാമേ. നമ്മളിപ്പോൾ വന്ന ഈ ദിവസം ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ കുറേ പേർക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു 100-150 പേരൊക്കെ കഴിക്കാൻ പറ്റിയ, 100 ഒരു 10-200 പേർക്കൊക്കെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഇതേ കാണുന്നു. വഞ്ചിപ്പുര എന്ന് പറയും, ഒരു വഞ്ചിയുടെ ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അതിനുള്ളിൽ ഫുഡ് കഴിക്കാനും അതുപോലെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് സ്റ്റേജ് സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വെച്ചിട്ട് നടത്താൻ പറ്റും. നമ്മളുള്ള ഈ ഒരു സമയത്ത് ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റിയില്ല. ഇതാണ് വഞ്ചിപ്പുര എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫാണ്. ഈ വഞ്ചിപ്പുരയുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു ഫംഗ്ഷൻ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെറ്റ് ടുഗദറോ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്താനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ഈ കുന്നംകുളമല്ല, എന്താ പറയുക, പുത്തമ്പള്ളി ആൽത്തറ എന്നൊക്കെ പറയില്ലേ, ആ ഭാഗത്ത് വന്നേരി അവിടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ഥലം നല്ല സൗകര്യമായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഈവനിങ്ങിലൊക്കെ നല്ല പ്രോഗ്രാം നടത്താനൊക്കെ പറ്റിയ വൈബാണ്. പാടത്തിൻ്റെ നടുവിലല്ലേ, നല്ല രസമാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ശരിക്കും എൻജോയ് ചെയ്തു. നല്ല സമയമായിരുന്നു, നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് നല്ല ഫീലായിരുന്നു.
നല്ല രസമല്ലേ കാണാൻ. ഈ സമയത്തിൻ്റെയും കൂടുതൽ, ഈ സമയവും ഭയങ്കര നല്ല സമയമായിരുന്നു. ഒരു ആഫ്റ്റർ 6 o'clock ആയിരുന്നു കേട്ടോ ഈവനിങ്ങിൽ. ആ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നേരം ഇവിടെ നിൽക്കാൻ തോന്നി. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. നല്ല വൈബായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ വൈബ്. ചായ കൂടിയാണ് ഈ ഒരു സമയത്ത് കേട്ടോ. ഐസ്ക്രീമിനേക്കാളും കൂടുതലായിട്ട് നല്ല വൈബ് തോന്നിയത് നല്ലൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ. നല്ല പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഗസൽ പാട്ടൊക്കെ കേട്ട് മൊബൈലിലാണെങ്കിലും പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കാണ് കേട്ടോ. പുഞ്ചപ്പാർക്ക് എന്നാണ് പേര്. കാരണം പുഞ്ചപ്പാടത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പുഞ്ചപ്പാർക്ക് എന്ന് പറയുന്നത്. വന്നേരിയാണ് സ്ഥലം. പുത്തമ്പള്ളി വന്നേരിയാണ് ഈ പാർക്കിൻ്റെ സ്ഥലം കേട്ടോ. അപ്പോൾ ഈ വഴിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ കയറി കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഈ സൺഡേ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പാർക്കിലൊക്കെ പോയി ഇരിക്കുന്നവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഈ പരിസരങ്ങളിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അവർക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ യൂസ്ഫുള്ളായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ശരിക്കും ഒരു കോഫിയൊക്കെ കുടിച്ച് ഈവനിങ്ങിൽ ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പാടത്തിന് ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ. പാടത്തിൽ നിന്നുള്ള ആ ഒരു കാറ്റ് അല്ലേ, ഒരു പ്രത്യേക വൈബാണ് പാടത്ത് നമുക്ക് കിട്ടുക. നമ്മൾ സാധാരണ സൺഡേ ഒരു കോഫി കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നും പുറത്ത് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഫാമിലി കേട്ടോ. പിന്നെ ഇതുപോലെ പാർക്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഇല്ലാത്തതുകൊണ്ട്, വീട്ടിലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാർക്കുകളിലൊന്നും അധികം പോകാറില്ല. പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുഞ്ചപ്പാർക്ക് കോഫി കുടിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഈവനിങ് ഇത്ര സമയം വരെയുന്നുണ്ട് കേട്ടോ. ഒരു 6 മണിക്ക് ശേഷം ഇല്ല. അതുവരെയൊക്കെ ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ദിവസം എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദറാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റിയില്ല വീഡിയോ എടുക്കാനായിട്ട്. കുറേ പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. 150-200 പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതിനുള്ളിൽ. 200 അല്ല കേട്ടോ, അതിനേക്കാൾ കൂടുതൽ 500 പേർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ളവർ ഈ നമ്മുടെ കുന്നംകുളം പുത്തമ്പള്ളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുത്തമ്പള്ളി ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇവിടെ വന്ന് കുട്ടികളൊക്കെ ആയിട്ട് വരിക. ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണിത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ സ്വന്തം തൻസി ഗുരുവായൂർ. ഓക്കെ.